ഇന്ന് ഓഫീസ് അവധിയായതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. സാധാരണ തലയിൽ കൂട്ടി നിശ്ചയിക്കും നാളെ അമ്പലത്തിലോട്ടൊക്കെ പോകണമെന്നുള്ളത്. ഇന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ ശേഷമാണ് അമ്പലത്തിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദൂരമൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെയുള്ള ശിവൻ കോവിലാണ് പോണത്. അങ്ങനെ ചില്ലറ പൈസയൊക്കെ കൈ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ മഴയായത് കാരണം ഇന്നലെ രാത്രി മുതലേ അകത്ത് തന്നെയായിരുന്നു കിടത്തം. അപ്പോൾ ആരും എഴുന്നേറ്റൊന്നുമില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ മൂത്തവളെ മാത്രം വിളിച്ച് എഴുന്നേൽപ്പിച്ച് അമ്മ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ എന്നെ തപ്പൂല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. മഴയായത് കാരണം വണ്ടിയൊക്കെ മൊത്തം നനഞ്ഞു. വണ്ടിയുടെ പുതപ്പ് എന്നോട് ഇന്നലെ പുതച്ച് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ നേരെ അമ്പലത്തിലോട്ട് വിട്ടു. ഞാൻ അധികവും വരുന്ന ഒരു അമ്പലമാണ് ഇവിടെ. കാരണം ഒന്നാമത് അധികം ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ആൾക്കൂട്ടമോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സമാധാനപരമായി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ഞാൻ എന്ത് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഓടി വരുന്നത് ഈ അമ്പലത്തിലോട്ടാണ്, ശിവൻ കോവിലിൽ. ഇതൊരു കുടുംബക്ഷേത്രമാണ്, നമ്മുടേതല്ല, ഇവിടെയുള്ള ആളുടെ. അപ്പോൾ എന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രസാദമൊക്കെ തരും. 9:30 വരെ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ലേറ്റായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ വീടെത്തിയപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വെച്ച് കൊടുക്കും. ഇന്നലെ രാത്രി അമ്മയൊന്ന് വീണു, ആകെ ടെൻഷനായി. എന്നാലും ആളിപ്പോൾ ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ല. സ്വതവേ വീഴുന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഹോസ്പിറ്റലിൽ ഓടണം. ആളെ BP ഒക്കെ കുറേ പ്രാവശ്യം എന്തോ വലിയ കുഴപ്പമില്ലായിരുന്നു, ചെറിയൊരു മുറിവുണ്ട്, അതിന് മരുന്നൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ മറ്റു കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. കാരണം ഇന്ന് ചേട്ടനില്ലാത്തതുകൊണ്ട് ഞാനാണ് മോളെ ഇന്ന് ഡാൻസ് ക്ലാസ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ഞാനില്ലാത്തപ്പോൾ അവൾ ഡ്രസ്സൊക്കെ ഇടുമെങ്കിലും ഉള്ളപ്പോൾ അവളെ വൃത്തിയിൽ ഉടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് വണ്ടി എടുത്ത് പോകുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അണ്ണാച്ചിക്കുട്ടി വന്നിട്ടുണ്ട്. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ നേരത്തെ തന്നെ ഇങ്ങ് പോന്നു. എന്താ സുഖു, എന്ത് പറ്റി? എന്തിനാ കിടക്കണേ? എന്ത് പറ്റി? സുഖുവിന് മഴ പെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഈ പുറത്തിങ്ങനെ നിൽക്കണതേ. പിന്നെ എപ്പോഴും ഇങ്ങനെ അകത്താക്കണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് പുറത്ത് കെട്ടുന്നത്. അങ്ങനെ നമ്മൾ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് മോക്കെ ഇനിയിപ്പം കടയിൽ നിന്ന് ഏത്തക്കായ വാങ്ങിയായിരുന്നു, ഏത്തൻപഴം. നമ്മൾ നേന്ത്രപ്പഴം എന്നൊക്കെ പറയും, ഇവിടെ ഏത്തൻപഴം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ അവൾക്ക് ഡാൻസ് ക്ലാസ് 5 മണി വരെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ തിരിച്ച് വീടെത്തി. അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് മീനിൻ്റെ മുളേഷം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വേണ്ട, ആളെക്കുട്ടിക്ക് ചോറ് വേണ്ട. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കുക, അത് നിർബന്ധമാണ്. അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? ഇത് എനിക്ക് വീട്ടിലിരിക്കുമ്പോഴുള്ള ശീലമാണ് കേട്ടോ. എന്തെങ്കിലും കഴിച്ചാൽ, ചോറ് കഴിച്ചാൽ എന്തെങ്കിലും മധുരം എടുത്ത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയല്ലേ.